മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.4 അടിയായി ഉയർന്നു. അണക്കെട്ടിൽ ജലനിരപ്പ് 142 അടിയാകുമ്പോൾ ഷട്ടറുകൾ എങ്ങനെ തുറക്കുമെന്നത് സംബന്ധിച്ച് തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഇടുക്കി കളക്ടർ അജിത് പാട്ടീൽ പറഞ്ഞു. ഇതിനിടെ ES ബിജിമോൾ MLAയുടെ നേതൃത്വത്തിൽ ചീഫ് എഞ്ചിനീയറെ കയ്യേറ്റം ചെയ്തെന്ന് തമിഴ്നാട്ടിൽ പ്രചാരണം വ്യാപകമാണ്. അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്നത് സെക്കൻഡിൽ 147 കനയടി ജലമാണ്. കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവ് കുറച്ച് ജലനിരപ്പ് 142 അടിയാക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഇടുക്കി കളക്ടർ അജിത് പാട്ടീൽ അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. ബേബി ഡാമിലും സ്പിൽവേയിലും ഗ്യാലറിയിലും കളക്ടർ പരിശോധന നടത്തി. ചോർച്ചയുള്ള ഭാഗങ്ങൾ ഉദ്യോഗസ്ഥർ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അണക്കെട്ടിൽ ചോർച്ച കൂടിയത് സംബന്ധിച്ച് മേൽനോട്ട സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കളക്ടർ പറഞ്ഞു. ജലനിരപ്പ് 142 അടി എത്തുമ്പോൾ ഷട്ടറുകൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്നത് സംബന്ധിച്ച് തമിഴ്നാടിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കളക്ടർ പറഞ്ഞു. ഷട്ടർസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപ് മിനിമം 6 to 8 hours ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിയിപ്പ് ജനങ്ങളിലേക്ക് പെർക്കോലേറ്റ് ചെയ്യുന്നതുവരെ എല്ലാം ഷിഫ്റ്റിംഗ് ചെയ്യുന്നതുവരെ നമുക്ക് ഒരു കുറച്ച് ടൈം ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൃത്യ മറുപടി ഞങ്ങൾ 6 മണിക്കൂർ മിനിമം തരാം, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും അതിനെ സംബന്ധിച്ച് വിവരം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അണക്കെട്ടിൽ കളക്ടറോടൊപ്പം എത്തിയ കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകരെ തമിഴ്നാടിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് മാധ്യമപ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കളക്ടർ ഇടപെട്ടാണ് മാധ്യമപ്രവർത്തകരെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇതിനിടെ ES ബിജിമോളുടെ നേതൃത്വത്തിൽ തമിഴ്നാട് ചീഫ് എഞ്ചിനീയറെ മർദ്ദിച്ചാണ് അണക്കെട്ടിലെ ചോർച്ചയുടെ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന വ്യാപക പ്രചരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. തേനി, ഉത്തമവാള എന്നിവിടങ്ങളിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവും സംഘടിപ്പിച്ചു. റിപ്പോർട്ടർ, ഇടുക്കി.